എന്തുകൊണ്ടായിരിക്കും വസ്തുക്കൾക്ക് വെള്ളത്തിനുള്ളിൽ ഭാരം കുറവായി അനുഭവപ്പെടുന്നത്? നമ്മൾ ഒരു വസ്തു വെള്ളത്തിൽ നിന്ന് ഉയർത്തുമ്പോഴും അല്ലാതെ ഉയർത്തുമ്പോഴുമുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടില്ലേ? അതുപോലെ കിണറിൽ നിന്നും വെള്ളം കോരുമ്പോഴും ഈ വ്യത്യാസം അനുഭവപ്പെട്ടവരുണ്ടാകും. വെള്ളം വസ്തുവിനെ മുകളിലേക്ക് തള്ളുന്ന ഉയർത്തൽ ബലം നൽകുന്നതിനാലാണ് വസ്തുക്കൾ വെള്ളത്തിനുള്ളിൽ ലഘുവായി തോന്നുന്നത്. നമുക്കിത് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാം. ഒരു വസ്തുവിനെ വെള്ളത്തിൽ മുക്കുമ്പോൾ ആ വസ്തു വെള്ളത്തെ വശങ്ങളിലേക്കും താഴേക്കും മാറ്റി നിർത്തുന്നു. വെള്ളം ഇതിന് പ്രതികരണമായി വസ്തുവിന് മുകളിലേക്കുള്ള ഒരു ബലം നൽകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ നമ്മൾ ഉയർത്തൽ ബലം അഥവാ ബോയന്റ് ഫോഴ്സ് അഥവാ അപ്ത്രസ്റ്റ് എന്ന് പറയുന്നു. ഈ ബലത്തിൻ്റെ മൂല്യം വസ്തു മാറ്റി നിർത്തുന്ന വെള്ളത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതിനെ ആർക്കിമിഡീസ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഭൂമി ഏതൊരു വസ്തുവിനെയും സ്വന്തം ഭാഗത്തേക്ക് ആകർഷിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതിനെയാണല്ലോ നമ്മൾ ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഗ്രാവിറ്റിയാണ് നാം ആ വസ്തുവിൻ്റെ ഭാരമായി കണക്കാക്കുന്നത്. വെള്ളത്തിനുള്ളിലുള്ള വസ്തുവിനും ഇതേ ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്. അതേസമയം വെള്ളം മുകളിലേക്ക് ഒരു ഉയർത്തൽ ബലം നൽകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനാൽ വെള്ളത്തിനുള്ളിൽ വസ്തുവിന് അനുഭവപ്പെടുന്ന യഥാർത്ഥ ഭാരം എന്നത് വസ്തുവിൻ്റെ ഭാരം മൈനസ് ഉയർത്തൽ ബലമാണ്. ഇതിനാലാണ് വസ്തുവിന് വെള്ളത്തിനടിയിൽ കുറഞ്ഞ ഭാരമുള്ളതായി തോന്നുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.